പെട്രോൾ പമ്പ് ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. അളഗപ്പ നഗറിൽ ഊബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ്. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നും പോലീസ്. പുതിയ വാഹനങ്ങൾ മാസങ്ങളോളം ഓടിച്ച ശേഷം കിലോമീറ്ററിൽ കൃത്രിമം നടത്തി വിൽപ്പന നടത്തുന്നത് വ്യാപകമാകുന്നു. പുതിയ വാഹനങ്ങളുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തൽ. ചേറ്റുവാഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെടുന്നത് മത്സ്യബന്ധന യാനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ. സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിച്ചു. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. കൊടുങ്ങല്ലൂരിൽ മരം വീണ് കാറുകൾ തകർന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കയ്പമംഗലത്തെ പെട്രോൾ പമ്പ് ഉടമ കോഴിപ്പറമ്പിൽ മനോഹരനെ തട്ടിക്കൊണ്ടുപോയി ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ചളിങ്ങാട് കള്ളിപ്പറമ്പിൽ അനസ്, വഴിയമ്പലം കുറ്റിക്കാടൻ സ്റ്റിയോ, കയ്പമംഗലം കുന്നത്ത് വീട്ടിൽ അൻസാർ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ കയ്പമംഗലത്തുള്ള തന്റെ പെട്രോൾ പമ്പിൽ നിന്ന് വീട്ടിലേക്ക് കാറിൽ പോകും വഴിയാണ് ബൈക്കിലെത്തിയ അക്രമി സംഘം മനോഹരനെ തട്ടിക്കൊണ്ടുപോയത്. ഹൈവേയിൽ നിന്ന് ഇടവഴിയിലൂടെ പോകുമ്പോൾ അക്രമി സംഘം നേരത്തെ പദ്ധതിയിട്ട പ്രകാരം മനോഹരന്റെ കാറിന് പിറകിൽ ബൈക്ക് ഇടിപ്പിച്ചു. ഉടൻ തന്നെ ഒന്നാം പ്രതി അനസ് ബൈക്കിൽ നിന്ന് താഴെ വീണതുപോലെ നിലത്ത് വീണുകിടന്ന് അഭിനയിച്ചു. മനോഹരൻ ഇവരുടെ അടുത്തെത്തിയപ്പോൾ താഴെ നിന്നും ചാടി എഴുന്നേറ്റ അനസും സമീപത്ത് നിന്നിരുന്ന സ്റ്റിയോയും അൻസാറും കൂടി മനോഹരന്റെ വായ പൊത്തിപ്പിടിച്ച് കൈകൾ പുറകിലേക്ക് ടേപ്പ് ചുറ്റി ബന്ധിപ്പിച്ചും കീഴ്പ്പെടുത്തി കാറിലേക്ക് തള്ളിയിട്ടു. കാറിൽ വെച്ച് അനസ് തന്റെ കയ്യിലുള്ള തോക്ക് പുറത്തേക്ക് ഫയർ ചെയ്ത് മനോഹരനെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അക്രമി സംഘം കരുതിയിരുന്നത് പോലെ മനോഹരൻ പമ്പിൽ നിന്ന് പണം എടുത്തിരുന്നില്ല. പോക്കറ്റിൽ കുറച്ചു രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാറിൽ എല്ലാ ഭാഗങ്ങളിലും പരിശോധിച്ചെങ്കിലും പണം കിട്ടാത്തതിൽ ക്ഷുഭിതരായ അക്രമി സംഘം മനോഹരൻ ഇക്കാര്യം പുറത്തു പറയുമോ എന്ന ഭയത്താൽ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. തുടർന്ന് പറവൂർ, കളമശ്ശേരി, ചാലക്കുടി, ചാവക്കാട് മേഖലയിൽ കറങ്ങിയ ശേഷം ഗുരുവായൂരിനടുത്ത് ഒരു പഴയ കെട്ടിടത്തിന് സമീപം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം ഇവരുടെ കൂടെ ഇതിൽ പ്രതികൾ ഉണ്ടായിരുന്നു. ഈ പ്രതികൾ ഇവരുടെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്ന് വന്നു. അവസാനം ഇയാൾ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലെത്തി ഏകദേശം മരണപ്പെട്ടെന്നുള്ള ഏകദേശം ആ ഒരു തോന്നൽ വന്നു. ഇത് ചെയ്തു. അങ്ങനെയാണ് അവിടെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചിട്ട് പോകുന്നു. മമ്മിയൂരിൽ നിന്നും കാറുമായി കടന്ന പ്രതികൾ മലപ്പുറം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ കാർ നിർത്തിയിട്ട് കാർ പൊളിച്ചു വിൽപ്പന നടത്തുന്ന സംഘത്തിന് വിൽക്കുവാൻ പദ്ധതിയിട്ട് ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. അങ്ങാടിപ്പുറത്ത് നിന്ന് മനോഹരന്റെ സിയാസ് കാറും പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. TCV ഇരിങ്ങാലക്കുട. അളഗപ്പ നഗറിൽ ഊബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി ചാലക്കുടി ഡിവൈഎസ്പി CR സന്തോഷ് പറഞ്ഞു. 2 പേരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഇവരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾ ഓൺലൈനിൽ ഊബർ ടാക്സി ബുക്ക് ചെയ്ത നമ്പർ പോലീസിന് ലഭിച്ചിരുന്നു. ഈ നമ്പറാണ് പ്രതികളെ കൊടുക്കാൻ പോലീസിന് സഹായകരമായതെന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളും പോലീസ് പരിശോധന നടത്തി. ഡിവൈഎസ്പിയുടെ സ്ക്വാഡും പുതുക്കാട് SHO SP സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. പുതിയ വാഹനങ്ങൾ മാസങ്ങളോളം ഓടിച്ച ശേഷം കിലോമീറ്റർ 0-ലാക്കി വിൽക്കുന്നു. പുതിയ വാഹനങ്ങൾ ഷോറൂമുകളിൽ എത്തിക്കുമ്പോൾ താൽക്കാലികമായി എടുക്കുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ട്രേഡ് സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞ ഒരു കാർ ചാലക്കുടിയിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അന്നമനടയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഈ സംഭവത്തിൽ 1 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കേസാണ് എടുത്തിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഷോറൂമുകൾക്ക് തന്നെയാണ്. ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ വാഹനത്തിൽ സൂക്ഷിച്ച് പകർപ്പ് പുറത്ത് പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം. പലപ്പോഴും ട്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളാണ് പുതുമോടിയിൽ തന്നെ നിരത്തുകളിലൂടെ ചീറിപ്പായുന്നത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചപ്പോൾ 1 മാസം മുൻപ് കാലാവധി കഴിഞ്ഞ ട്രേഡ് സർട്ടിഫിക്കറ്റുമായാണ് വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞു. ആദ്യം 3 വർഷം കാലാവധി ഉണ്ടായിരുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ 1 വർഷമാണ് കാലാവധി. ഷോറൂമിൽ നിന്ന് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വാഹനം ഓടിച്ചു കാണിക്കുന്നതിനും കാര്യക്ഷമത ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. പല വാഹനങ്ങളും 1000 കിലോമീറ്റർ വരെ ഓടിച്ച ശേഷമാണ് മീറ്റർ 0-ലാക്കി ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നത്. ചില ഷോറൂം നടത്തിപ്പുകാർ വാഹനങ്ങൾ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്ത് വാടകയ്ക്ക് നൽകുന്നതായും സൂചനകളുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം നൽകുന്നതും പുതുമയുള്ളതുമാണെന്നതിനാൽ കൂടുതൽ വാടക ഈടാക്കുന്നതായും പറയപ്പെടുന്നു.
TCV മാള. ചേറ്റുവ അഴിമുഖത്ത് നാൾക്ക് നാളും മണൽത്തിട്ട രൂപപ്പെട്ടു വരുന്നത് മത്സ്യബന്ധന യാനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ. കടപ്പുറം മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ, ചേറ്റുവ ഹാർബർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ബോട്ടുകളും വള്ളങ്ങളും അഴിമുഖം കടന്നാണ് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. കടലും പുഴയും ഒന്നിക്കുന്ന അഴിമുഖത്താണ് മണൽ കൂമ്പാരമായി സഞ്ചാരം ദുഷ്കരവും അപകടഭീതിയുമാകുന്നത്. ചേറ്റുവ അഴിമുഖത്തെ മണൽത്തിട്ടയിലിടിച്ച് ബോട്ടുകൾ തകർന്ന് ഒട്ടേറെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. മത്സ്യബന്ധന യാനങ്ങൾ തകർന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘമെത്തി വിശദമായ പഠനം നടത്തുകയും ബോട്ടിൽ പോയി സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കിയെങ്കിലും പിന്നീട് തുടർ നടപടികളുണ്ടായില്ല. കടൽക്ഷോഭത്തിന് പരിഹാരമായി ചേറ്റുവ അഴിയുടെ ഇരുകരകളായ എങ്ങണ്ടിയൂർ പഞ്ചായത്തിലും കടപ്പുറം പഞ്ചായത്തിലും പുലിമുട്ടുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ മണൽത്തിട്ട വീണ്ടും രൂപപ്പെടുന്നത് തീരദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. TCV ചാവക്കാട്. കനത്ത മഴയും കാറ്റും കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ മരം വീണ് 2 കാറുകൾ തകർന്നു. കോതപ്പറമ്പ് സെന്ററിലെ തണൽമരമാണ് കടപുഴകി വീണത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിലൊന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും തകർന്നു. മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് അടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ ചില്ലും തകർന്നിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു നീക്കി. ഗുരുവായൂർ പിള്ളക്കാട് ഇടിമിന്നലിൽ 3 വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾ നശിച്ചു. തോട്ടുപുറത്ത് ദീപു, വാഴപ്പുള്ളി വർഗീസ്, പുലിക്കോട്ടിൽ ബേബി എന്നിവരുടെ വീടുകളാണ് ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത്. അടുത്തടുത്തുള്ള ഈ 3 വീടുകളിലെയും TV, ഫാൻ തുടങ്ങിയ വൈദ്യുതി ഉപകരണങ്ങളാണ് നശിച്ചത്. ദീപുവിന്റെ വീട്ടിൽ ടെറസിന് മുകളിൽ ഇടിമിന്നലേറ്റ് കോൺക്രീറ്റ് തകർന്നു. അകത്ത് സീലിംഗും അടരുകയും ചുമരിന് വിള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ തുലാവർഷ മഴയിൽ പാവർട്ടി മേഖലയിലെ റോഡുകളെല്ലാം കനത്ത വെള്ളക്കെട്ടിലായി. കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയതോടെ വ്യാപാരികൾ തിടുക്കത്തിൽ സ്ഥാപനങ്ങൾ അടച്ചു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴ യാത്രക്കാരെയും വ്യാപാരികളെയും ദുരിതത്തിലാഴ്ത്തി. മേഖലയിൽ വൈദ്യുതിയും തടസ്സപ്പെട്ടു. വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് വാഴാനി ഡാമിന്റെ ഒരു ഷട്ടർ 4 സെന്റിമീറ്റർ കൂടി ഉയർത്തി. ഡാമിന്റെ ഷട്ടർ 1 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു. ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 61.91 മീറ്ററാണ്. 62.48 മീറ്ററാണ് ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി. കനത്ത മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിരവധി മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു വീണു. എങ്കക്കാട് ഭരതൻ റോഡിന് സമീപം കുഴുപ്പുള്ളി സുധാകരന്റെ വീട്ടിലെ തെങ്ങ് ഇലക്ട്രിക് കമ്പികളിലേക്ക് വീണ് 2 പോസ്റ്റുകൾ തകർന്നു. വീടിന്റെ മതിലിന് കേടുപാട് സംഭവിച്ചു. കനത്ത മഴയെ തുടർന്ന് ഊട്ടുപാറയിലും ഒന്നാംകല്ലിലും കനത്ത വെള്ളക്കെട്ടാണ് ഉണ്ടായത്. കുറാഞ്ചേരിയിലെ 159 നമ്പർ അംഗൻവാടിക്ക് മുകളിലേക്ക് മരം വീണു. അംഗൻവാടിയുടെ ഷീറ്റുകൾ തകർന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. അരിമ്പൂരിൽ വെളുത്തൂർ നിവാസികളായ കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടിച്ച ആരോഗ്യ വകുപ്പിനെതിരെയും പഞ്ചായത്തിനെതിരെയും വ്യാപക പ്രതിഷേധം. BJPയും UDFും പ്രക്ഷോഭത്തിലേക്ക്. വെളുത്തൂർ വിളക്കുമാടം പ്രദേശത്തെ പാടശേഖരത്തിനോട് ചേർന്ന് കിടക്കുന്ന 5ഓളം കുടുംബങ്ങളാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത്. ഇവിടെയുള്ള 5 വീടുകളുടെ ഇടയിലുള്ള വിളക്കുമാടം അകമ്പാടം പടവിലെ കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ ഗോഡൌണിൽ സൂക്ഷിച്ച 40 ചാക്കോളം അമോണിയ, യൂറിയ, പൊട്ടാഷ് എന്നിവയാണ് വെള്ളം കയറിയപ്പോൾ സമീപത്തെ വീടുകളിലും കിണറുകളിലും ഒഴുകിയെത്തി പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയത്. കിണറുകളിലെ വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് മാറ്റിയിട്ട് ശുദ്ധീകരിച്ചാലേ ഇവ ഉപയോഗിക്കാനാകൂ. അതിനുള്ള സഹായങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. കോൾ മേഖലയോട് ചേർന്ന് കിടക്കുന്ന കിണറുകളിലെ ജലം കൃഷി ചെയ്യാനെത്തുന്നവർ ഉപയോഗിക്കുന്നതും ആശങ്ക ഉണർത്തുന്നു. ഈ സമീപത്തുള്ള കിണറുകളിൽ നിന്നും വെള്ളമെടുത്ത് ടെസ്റ്റ് ചെയ്തതിൽ വളരെ അപാകത കണ്ടെത്തുകയും അവർക്ക് ഈ വെള്ളത്തിൽ വിഷാംശമുള്ളതും ആരോഗ്യവകുപ്പ് ഇതിന് ശക്തമായ നിർദ്ദേശം കൊടുക്കണം. ഈ വെള്ളം കുടിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ആരോഗ്യവകുപ്പ് അധികൃതർ തുടർ നടപടികൾ കൈക്കൊള്ളാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഈ വെള്ളം മാത്രമല്ല, ഈ പാടശേഖരങ്ങളിൽ വരുന്ന നൂറുകണക്കിന് ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കിണറും കൂടിയാണ് ഇന്ന് ഉപയോഗശൂന്യമായിട്ടുള്ളത്. പ്രദേശവാസികളെ അരിമ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തിയതായും അധിക്ഷേപിച്ചതായും വ്യാപക പരാതിയുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അലംഭാവം കാണിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഹെൽത്ത് ഇൻസ്പെക്ടറെയും ഉപരോധിക്കാനും വഴിയിൽ തടയാനുമാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ശ്രമം. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP അനുഭാവികൾ വ്യാഴാഴ്ച അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. TCV ന്യൂസ്,
അന്തിക്കാട്. വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ തകർന്ന മേലേതിൽ പാലം ഇനിയും പുനർനിർമ്മാണം ആരംഭിച്ചില്ല. കവുങ്ങിൻ തടികളിലൂടെ സാഹസിക യാത്രയുമായി നാട്ടുകാർ വീതിയിൽ. മേലേതിൽ പാലം പുഴയിലേക്ക് തകർന്നു വീണിട്ട് ഒരു വർഷത്തിലേറെയായി. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമക്കുരുക്കിൽ സ്തംഭിച്ചപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് പുഴ മുറിച്ചു കടക്കൽ ഇന്ന് ഞാണിന്മേൽ കളിയാണ്. പാലം പുനർനിർമ്മിക്കാൻ അനിൽ അക്കര MLA 70 ലക്ഷം രൂപ അനുവദിക്കുകയും നഗരസഭ NOC നൽകുകയും ചെയ്തെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച നിർമ്മാണത്തിന് തടസ്സമായി. സാങ്കേതിക അനുമതിക്ക് ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് രേഖപ്പെടുത്തിയതാണ് പ്രതിസന്ധിയായത്. 4 മീറ്റർ വീതിയും 26 മീറ്റർ നീളവും പാലത്തിനുള്ളതിനാൽ ഇത് നടപ്പാലം വിഭാഗത്തിൽ പെടില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതേ തുടർന്ന് അധികൃതർ അനുമതി നൽകാതെ ഫയൽ മടക്കി. ഇതോടെ മറുപടി നൽകാനാകാതെ നഗരസഭാ ഉദ്യോഗസ്ഥരും വെട്ടിലായി. ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന പേര് മാറ്റി കവർ ബ്രിഡ്ജ് എന്ന് രേഖപ്പെടുത്തി വീണ്ടും അനുമതിക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. ഏങ്കക്കാടിനെ വടക്കാഞ്ചേരി പുല്ലാനിക്കാടുമായി ബന്ധിപ്പിക്കുന്ന വാഴാനിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് 2018 ഓഗസ്റ്റിലെ പ്രളയത്തിൽ വാഴാനിപ്പുഴയിലേക്ക് തകർന്നു വീണ് ഒരു ഭാഗം ഒലിച്ചുപോയത്. ഈ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാരമാർഗമായിരുന്നു ഈ പാലം. ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് പ്രദേശവാസികൾ നഗരത്തിലെത്തുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികർക്ക് വളരെ ഉപകാരപ്രദമായ പാലം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളേറെ പഴക്കമുണ്ട്. നിർമ്മാണം വൈകുമ്പോൾ ദുരന്തം പതിയിരിക്കുന്ന പാലത്തിലെ അവശേഷിക്കുന്ന തൂണുകൾക്ക് മുകളിലൂടെ കമുകിൻ തടിയിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് നാട്ടുകാർ. TCV വടക്കാഞ്ചേരി. സമാന്തര റോഡുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിലും ടോൾ പിരിവിൽ വിട്ടുവീഴ്ചയില്ലാതെ ദേശീയപാത അധികൃതർ. ദേശീയപാതയിലെ കൾവർട്ടിലൂടെ മാലിന്യവും ചളിയും ഒലിച്ചിറങ്ങി ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. പുത്തൂർ പഞ്ചായത്തിൽ തരിശായി കിടന്നിരുന്ന ചിലങ്കാപാടം മാലിന്യം തള്ളുന്ന കേന്ദ്രമായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ ഭാഗമായി തരിശുഭൂമിയിൽ കൃഷിയിറക്കാൻ തീരുമാനിച്ചതോടെ 56 ഏക്കർ വരുന്ന ചിലങ്കാപാടത്ത് കൃഷിയിറക്കാൻ നടപടിയായി. സനോജ് എന്ന യുവാവ് കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നു. പാടത്തെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഷ്ടപ്പെട്ട് നീക്കം ചെയ്ത ശേഷം 30 ഏക്കർ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ വിത്തിറക്കി. ആഘോഷമായി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ രാത്രിയിലെ ശക്തമായ മഴയിൽ ഈ കൃഷിഭൂമിയിലേക്ക് ദേശീയപാതയുടെ കൾവർട്ടിലൂടെ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചെളിയും ഒലിച്ചിറങ്ങി ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. എത്രയോ ദിവസം ഞങ്ങൾ പ്രയത്നമാണ് ഈ പ്ലാസ്റ്റിക് കൂമ്പാരായിട്ട് നിൽക്കുന്ന അവസ്ഥ. അടിയന്തരമായിട്ട് സർക്കാരും എല്ലാവരും കൂടി സഹായിച്ച് ഈ ഒരു കൃഷി ഇറക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന എന്നെ സഹായിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കൾവർട്ടിലൂടെ വരുന്ന വെള്ളം കൃഷിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഇവിടെ കാന ശരിയായി നിർമ്മിക്കണമെന്ന് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. 56 ഏക്കറോളമുള്ള പ്രദേശത്ത് ഇപ്പോൾ 30 ഏക്കറോളം കൃഷി ഇറക്കി. കൃഷി വകുപ്പ് മന്ത്രി വന്ന് ചെയ്തു പോയതിൻ്റെ പിന്നാലെയാണ് NHന്റെ ഈ ഡ്രൈനേജ് ശരിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ ഭാഗം ഇപ്പോൾ കൃഷി നശിച്ചിരിക്കുകയാണ്. നമ്മൾ 1-2 വട്ടം NHലേക്ക് കത്ത് കൊടുക്കുകയും പഞ്ചായത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു നടപടിയും NHന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റോഡും കാനകളും തെരുവു വിളക്കുകളും സർവീസ് റോഡുകളും എങ്ങനെയായാലും നാഷണൽ ഹൈവേ അതോറിറ്റി അതൊന്നും അന്വേഷിക്കാറില്ല. അവർ ആകെ സംരക്ഷിക്കുന്നത് ടോൾ പ്ലാസ മാത്രമാണ്. യാതൊരു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയില്ലെങ്കിലും വീണ്ടും ടോൾ നിരക്ക് ഉയർത്തിയിട്ടുണ്ട്. ഗതികെട്ട നാട്ടുകാർ ഞായറാഴ്ച വീണ്ടും ടോൾ പ്ലാസ വളയൽ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. TCV തൃശൂർ. വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ പോലീസ് കേസെടുത്ത കോൺഗ്രസ് അംഗങ്ങൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പഞ്ചായത്തിലെ തെരുവിളക്കുകൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുറിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിപക്ഷ മെമ്പർമാരായ PK ശ്യാംകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, LC ഔസേബ്, ND സിമി, ഡെയ്സി ഡേവിസ്, ശ്രീജ നന്ദൻ എന്നിവർക്കെതിരെയാണ് എരുമപ്പെട്ടി പോലീസ് ജാമ്യം ലഭിക്കാത്ത വകുപ്പിൽ കേസെടുത്തത്. പഞ്ചായത്തിനകത്ത് സമാധാനപരമായി സമരം ചെയ്ത മെമ്പർമാർക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട സെക്രട്ടറിയുടെ നടപടി പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പായതിനാൽ മെമ്പർമാർ 1 മാസത്തിലധികമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ജില്ലാ കോടതിയെ സമീപിച്ചുവെങ്കിലും ജാമ്യം നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് മെമ്പർമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവലൻചിറ ഉപയോഗശൂന്യമായി മാറുന്നു. കാവാലൻചിറയുടെ നവീകരണം പ്രഹസനമായി മാറുമ്പോൾ സർക്കാരിന് പാഴായത് 1 കോടി രൂപയാണ്. 2 വർഷം മുൻപ് നബാർഡിന്റെ സഹകരണത്തോടെ 1 കോടി രൂപ ഉപയോഗപ്പെടുത്തി സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാവാലൻചിറയുടെ നവീകരണം നടത്തിയത്.
ഏക്കർ കണക്കിന് വരുന്ന പതിയാരം കുന്നത്തേരി പാടശേഖരത്തിലെ നെൽകൃഷിക്ക് ജലസേചനം നടത്തുന്നതിനും പ്രദേശവാസികളുടെ ഉപയോഗത്തിനു വേണ്ടിയുമാണ് MLA ആയിരുന്ന ബാബു എം പാലിശ്ശേരി ഇടപെട്ട് ചിറയുടെ പുനരുദ്ധാരണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. കാലങ്ങളായി ചിറയിൽ അടിഞ്ഞുകൂടിയ ചേറ് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കുകയും ചുറ്റുഭാഗവും കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കുളത്തിലേക്കിറങ്ങാൻ പടവുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള കുളത്തിനു ചുറ്റും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ചെരുവുകളിൽ പുൽത്തകിടിയും പൂന്തോട്ടവും നട്ടുപിടിപ്പിക്കുക, കുളത്തിൽ വിനോദത്തിനായി ബോട്ടിംഗ് ആരംഭിക്കുക എന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് നടന്നില്ല. ശരിയായ വിധത്തിൽ മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ കഴിഞ്ഞ വേനലിൽ കുളം വറ്റി വരണ്ടു. പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ കഴിയാത്തതിനാൽ കുളം കർഷകർക്കും പ്രയോജനപ്പെട്ടിട്ടില്ല. ജലസമൃദ്ധമാണെങ്കിലും ചണ്ടിയും ചെളിയും നിറഞ്ഞ് കുളം ഉപയോഗയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു. മുൻപ് ഇവിടെ കുളിക്കാനിറങ്ങിയ നാട്ടുകാരൻ ചണ്ടിയിൽ കുരുങ്ങി മരണപ്പെട്ടിരുന്നു. യഥാസമയങ്ങളിൽ ചണ്ടി നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകാത്തതാണ് കുളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കിയത്. കഴിഞ്ഞ വേനലിൽ പാടശേഖരങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാതിരുന്നത് കർഷകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. TCV എരുമപ്പെട്ടി. ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ തുടരുന്നു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കഴിഞ്ഞ മാസം ബെന്നി ബെഹനാൻ MP വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ യോഗത്തിൽ ഒക്ടോബർ 15-നകം മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, പോട്ടയിലെ തകർന്ന സിഗ്നൽ ലൈറ്റ് എന്നിവയാണ് പൂർവ്വസ്ഥിതിയിലാക്കിയത്. 1.5 വർഷം മുൻപ് ആരംഭിച്ച അടിപ്പാത നിർമ്മാണമാണ് അധികം വൈകാതെ സ്തംഭനാവസ്ഥയിലായത്. കരാർ കമ്പനിയായ KMCക്ക് നിർമ്മാണ വകയിലേക്കായി ദേശീയപാത അധികൃതർ 3 കോടി രൂപ മുൻകൂർ നൽകിയിരുന്നു. എന്നാൽ ഉപകരാറുകാരായ എറണാകുളത്തെ ഏജൻസിക്ക് KMC കമ്പനി ഇതുവരെ നാമമാത്രമായ പണമാണ് നൽകിയത്. ഇതേ തുടർന്നാണ് പ്രവർത്തനം നിശ്ചലമായത്. അടിപ്പാത ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമെത്തി. തുടർന്നാണ് ബെന്നി ബെഹനാൻ MP മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരത്തിന് യോഗം വിളിച്ചത്. എന്നാൽ ഇപ്പോൾ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കോടതി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വാഹനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്നതാണ് കാരണം. അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമിട്ട ഭാഗത്ത് വെച്ച് വടക്കു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ദിശ മാറ്റി വിടുകയാണ്. ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ 100 മീറ്ററോളം ഒറ്റവരിയിൽ സഞ്ചരിക്കേണ്ടി വരുന്നു. വടക്കു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കൂടിയാകുമ്പോൾ ദേശീയപാത പലപ്പോഴും നിശ്ചലമാകും. വൈകുന്നേരങ്ങളിൽ പോട്ടയിൽ നിന്നും ചാലക്കുടിയിലെത്താൻ 1 മണിക്കൂറോളം വേണ്ടി വരുന്നുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ ഗതാഗത സ്തംഭനം 10 മടങ്ങും വർദ്ധിക്കും. എന്നാൽ ഇത് നിയന്ത്രിക്കുന്നതിന് ആരുമില്ലെന്ന അവസ്ഥയാണ് നിലവിൽ. TCV ചാലക്കുടി. ബൈക്കിലെത്തിയ സംഘം മുളകുപൊടി എറിഞ്ഞ് ലോട്ടറി കച്ചവടക്കാരന്റെ പണവും ലോട്ടറി അടങ്ങിയ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പാറയമ്പാടം പാറപ്പുറത്ത് താമസിക്കുന്ന കല്ലായി വീട്ടിൽ ബാലനിൽ നിന്നാണ് ബാഗ് കവരാൻ ശ്രമിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് പാറയമ്പാടം ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതിനിടയിലായിരുന്നു കവർച്ചാ ശ്രമം നടന്നത്. ബഹളം വെച്ചതോടെ സംഘം ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മറ്റത്തൂർ കുഞ്ഞാലിപ്പാറയിലെ എടത്താടൻ ഗ്രാനൈറ്റ്സിന്റെ ക്രഷറും ക്വാറിയും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിവരുന്ന സമരം 60 ദിവസം പിന്നിട്ടു. ക്വാറിയും ക്രഷറും അടച്ചുപൂട്ടുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി. കവളപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോടശ്ശേരി മലയോരത്തെ കുന്നിനു മുകളിൽ പ്രവർത്തിക്കുന്ന ക്വാറിയും ക്രഷറും സമാന രീതിയിലുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഇടയാക്കുമെന്ന ഭീതിയാണ് നാട്ടുകാരെ കുഞ്ഞാലിപ്പാറയിലെ ഖനന പ്രവർത്തനങ്ങൾക്കെതിരെ സമരരംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത്. തുടക്കത്തിൽ 2-3 ദിവസം ടിപ്പർ ലോറികൾ തടഞ്ഞതൊഴിച്ചാൽ തികച്ചും സമാധാനപരമായ മാർഗത്തിലൂടെയാണ് സമരം തുടരുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും സമുദായ പരിഗണനകൾക്കും അതീതമായി നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് ഇവിടെ സമരം നടത്തിവരുന്നതെന്ന് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി കൺവീനർ രാജ്കുമാർ രഘുനാഥ് പറയുന്നു. കോടശ്ശേരി മലയുടെ താഴെ ഒരു ചെരുവിൽ മീഡിയം സെൻസിറ്റീവ് ഏരിയ എന്ന് മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഒരു കോടിയും കഷറും പ്രവർത്തിച്ചു വരുന്നത്. മണ്ണ് അനിയന്ത്രിതമായ അളവിൽ കുന്നുകൂട്ടിയിരിക്കുന്ന അവസ്ഥ, എന്ന് എപ്പോൾ വേണമെങ്കിലും ഇടുങ്ങി വീഴാവുന്ന ഒരവസ്ഥ. അത് ഇപ്പുറത്തെ ഭാഗമൊന്നുമില്ല, ഏത് ഭാഗത്തേക്കും ഇടുങ്ങി വീഴാവുന്ന ഒരവസ്ഥ. വിവിധ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സാംസ്കാരിക സംഘടനകളും സമരത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തു വന്നിട്ടുണ്ട്. മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, TN പ്രതാപൻ MP, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ തുടങ്ങിയവർ ഇതിനോടകം സമരപന്തലിലെത്തി ജനങ്ങളുടെ ആശങ്കയും പരാതികളും കേട്ടു. ചെറുതും വലുതുമായ 100ഓളം സംഘടനകൾ കുഞ്ഞാലിപ്പാറ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച്
വിവിധ ദിവസങ്ങളിലായി സമരപന്തലിലേക്ക് ഐക്യദാർഢ്യം പ്രകടനം നടത്തിയിരുന്നു. സമരസമിതി നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനയും അന്വേഷണവും നടത്തി. സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതിയും കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചിരുന്നു. സമരം തുടങ്ങി 2 മാസമായിട്ടും തങ്ങൾ ഉന്നയിക്കുന്ന പരാതികളിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു. TCV കൊടകര. കുഞ്ഞാലിപ്പാറ സമരത്തിന് ഐക്യദാർഢ്യവുമായി പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചു. കുഞ്ഞാലിപ്പാറയിലെ എടത്താടൻ ഗ്രാനൈറ്റ്സ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി ജില്ലാ കൺവീനർ കെ ശിവരാമനാണ് സമരപന്തലിൽ 24 മണിക്കൂർ നിരാഹാരം തുടങ്ങിയിട്ടുള്ളത്. PJ മോൺസി, VV കുട്ടൻ, ഭാസ്കരൻ നാഥാപുരം, ജയൻ കോനിക്കര, സജിമോൻ മാഞ്ഞാമറ്റം തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞാലിപ്പാറ വിഷയത്തിൽ ആർജവത്തോടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന് ക്വാറി ക്രഷർ സമര ഏകോപന സമിതി സംസ്ഥാന കൺവീനർ S. ബാബുജി ആവശ്യപ്പെട്ടു. കുഞ്ഞാലിപ്പാറ ക്രഷർ ക്വാറി വിരുദ്ധ സമരത്തിന്റെ 60ാം ദിനത്തിൽ പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി ജില്ലാ കൺവീനർ കെ. ശിവരാമൻ നിരാഹാരമിരിക്കുന്ന സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രദേശത്തെ ഗ്രാമസഭയുടെ ഒരു ഏകകണ്ഠമായ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടാവണം. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി ഈ പ്രദേശം സന്ദർശിച്ച് അവിടെ കോറി പാടില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ ഗ്രാമസഭയുടെ തീരുമാനവും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ തീരുമാനവും ഒരു കോടതിക്കും ഇന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് ആധികാരികമായ 2 രേഖകളായിരിക്കും. കുഞ്ഞാലിപ്പാറ സമരത്തിന് വിവിധ സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്നിട്ടും ഇവിടുത്തെ ക്രഷർ കമ്പനി അടച്ചുപൂട്ടാൻ കഴിയാത്തതിന് പിന്നിലുള്ള രാഷ്ട്രീയ കളി പുറത്തു കൊണ്ടുവരണമെന്നും ബാബുജി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് 4 പേരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. കിഴക്കേ നടയിൽ ഹോട്ടൽ വസന്ത ഭവൻ, ഹോട്ടൽ കൃഷ്ണപ്രിയ, ലക്ഷ്മി സ്വീറ്റ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ PV ജിജുവിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S. ബൈജു, KS പ്രദീപ്, K. സുജിത്, PP വിഷ്ണു എന്നിവരാണ് പരിശോധന നടത്തിയത്. നഗരത്തിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തു. രാത്രി നടത്തിയ പരിശോധനയിലാണ് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നത്. 25,000 രൂപ വരെയാണ് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത്. മണ്ഡല മകരവിളക്ക് സീസണ് മുന്നോടിയായാണ് ആരോഗ്യ വിഭാഗം പരിശോധന കർശനമാക്കിയത്. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. പാലിയക്കരയിലെ ടോൾ നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. 5 രൂപ മുതൽ 15 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കാർ, ജീപ്പ് തുടങ്ങിയ ചെറുവാഹനങ്ങൾക്ക് ഒരു തവണ കടന്നുപോകാൻ 75 രൂപയും ഒന്നിലേറെ തവണ കടന്നുപോകാൻ 110 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. നേരത്തെ ഇത് 70 രൂപയും 105 രൂപയുമായിരുന്നു. വർഷം തോറുമുള്ള ടോൾ നിരക്ക് വർധന അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ടോൾ പിരിക്കുന്ന കമ്പനി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഒല്ലൂർ പൂച്ചിനിപ്പാടം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷം പിന്നിട്ടിട്ടും പണികൾ ആരംഭിച്ചില്ല. റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. പൂച്ചിനിപ്പാടം സെന്റർ മുതൽ ഒല്ലൂർ ചങ്ങലഗേറ്റ് വരെയുള്ള റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തുന്ന പദ്ധതിയാണ് മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതിനാൽ 1 വർഷമായി റോഡിൽ രൂപപ്പെടുന്ന കുഴികൾ പോലും അടയ്ക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഗീതാ ഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. പൂച്ചിനിപ്പാടം സെന്റർ, തിരുവുള്ളക്കാവ്, കിഴക്കേനട, വല്ലച്ചിറ, പെരിഞ്ചേരി പള്ളി, ആനക്കല്ല് എന്നിവിടങ്ങളിലെ റോഡിൽ വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ റോഡിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് ഓട്ടോ ഡ്രൈവറായ മനോജ് പറയുന്നു. 9 മാസക്കാലങ്ങളായി ഈ വഴി ഇങ്ങനെ കുണ്ടും കുഴിയായി കിടക്കുന്നത്. ഇതുവരെ പൊതുമരാമത്ത് വകുപ്പ് മറ്റ് ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് പേര് ദിവസവും വന്ന് വീഴുന്നുണ്ട്. ബൈക്ക് യാത്രക്കാർ, സ്കൂട്ടർ യാത്രക്കാർ കൂടുതലും വീഴുന്നു. മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മെക്കാഡം ടാറിംഗ് നടത്തിയില്ലെങ്കിലും റോഡിലെ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേർപ്പ്.
62 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ദ ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വലപ്പാട് ബ്രാഞ്ച് ഓഫീസ് ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് കുരിശുപള്ളിക്ക് സമീപം L3 കോംപ്ലക്സിന്റെ 1ാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആധുനീകരിച്ച പുതിയ ഓഫീസിന്റെ ആശീർവാദക്രമം വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ നിർവഹിച്ചു. ഗീതാ ഗോപി MLA ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളോടുള്ള വിശ്വസ്തത പുലർത്തുന്ന കമ്പനിക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് MLA അഭിപ്രായപ്പെട്ടു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിനെ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് എന്നിവർ മുഖ്യാതിഥികളായി. 31 ബ്രാഞ്ചുകളുള്ള കമ്പനിയെ 2025ഓടെ 50 ബ്രാഞ്ചുകളാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ദ ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി വ്യക്തമാക്കി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, വലപ്പാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, K3A സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ KA ബോബൻ എന്നിവർ സംസാരിച്ചു. 33 വർഷത്തെ സേവനത്തിന്റെ പെരുമയാണ് മാതൃസ്ഥാപനമായ വലപ്പാട് ബ്രാഞ്ചിനുള്ളത്. ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഡെപ്പോസിറ്റ്, ബോണ്ട്, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയ സേവനങ്ങൾ കമ്പനിയുടെ പ്രത്യേകതയാണ്. വായിലുണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ഗവൺമെന്റ് ദന്തൽ കോളേജ് ഓറൽ പാത്തോളജി, കമ്മ്യൂണിറ്റി രജിസ്ട്രി വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ഡോക്ടർ നവീൻ ജേക്കബ്, ഡോക്ടർ ഷമീം, ഡോക്ടർ G ഇന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് കേളിപ്പാടത്ത് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നു. പുതുക്കാട് പഞ്ചായത്തിലെ കോൺക്രീറ്റ് കാനകളുടെ നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണാണ് കേളിപ്പാടത്ത് തള്ളിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാന നിർമ്മാണത്തിന് നീക്കം ചെയ്ത മണ്ണ് കേളിപ്പാടത്ത് തള്ളിയത് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ കേളിപ്പാടത്ത് താമസിക്കുന്ന പട്ടികജാതിയിൽപ്പെട്ട കുടുംബത്തിന് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് മണ്ണ് എത്തിച്ചതെന്ന് വാർഡ് മെമ്പർ പ്രതികരിച്ചു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡിന്റെ നിർമ്മാണം ജനുവരിയിൽ തുടങ്ങുമെന്നും സ്ഥല ഉടമയുടെ അനുവാദത്തോടെയാണ് താൽക്കാലികമായി മണ്ണ് പാടത്ത് നിക്ഷേപിച്ചതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ കാറിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെയർമാൻ ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. തിരുമുപ്പത്ത് റോഡ് വഴി ദേശീയപാതയിലേക്ക് കയറിയ ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ കാറിടിക്കുകയായിരുന്നു. കോട്ടപ്പുറം സെന്റ് ആൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും നിർത്തലാക്കിയ ദീർഘദൂര KSRTC സർവീസ് പുനരാരംഭിക്കണമെന്ന് കൂടൽമാണിക്യം ദേവസ്വം ആവശ്യപ്പെട്ടു. കോട്ടയത്തേക്ക് പോയിരുന്ന ഫാസ്റ്റ് സർവീസ് ബസ് മണ്ഡലകാലത്തിന് മുൻപായി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രന് നിവേദനം നൽകും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അയ്യപ്പന്മാർക്ക് വിശ്രമ കേന്ദ്രമുള്ളതിനാൽ ഈ ബസ് സർവീസ് ഉപകാരപ്രദമാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും ദേവസ്വം തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ പ്രമേയം അവതരിപ്പിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അയ്യപ്പ ധർമ്മ പ്രചരണ രഥയാത്രയ്ക്ക് ചാവക്കാട് മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ഗുരുവായൂർ മഞ്ജുളാലിൽ നിന്നും ശരണം വിളിച്ച് കാൽനടയായാണ് രഥയാത്ര മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിൽ എത്തിയത്. ഈ മാസം 20-ന് കൊരട്ടി ചുറങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. ഡിവിഷൻ കൌൺസിലറെ അറിയിക്കാതെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയുന്നത് കൌൺസിലർ സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയാൻ അനുവദിച്ച ഫണ്ട് ലാപ്സാക്കിയ ശേഷം പുതിയ പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടാക്കി യാത്രക്കാർക്ക് ഉപകരിക്കാത്ത വിധം പണിയുന്നു എന്നാണ് ആരോപണം. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ബസ് യാത്രക്കാർക്ക് സൌകര്യപ്രദമായ സ്ഥലത്ത് കാത്തിരിപ്പ് കേന്ദ്രം നീക്കിപ്പണിയുന്നതിന് തീരുമാനമായതോടെ പ്രശ്നം അവസാനിപ്പിച്ചു. ചെയർപേഴ്സണൊപ്പം സോമ നാരായണൻ, NR പ്രമോദ് കുമാർ, PN സുരേന്ദ്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. എടമുട്ടത്ത് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി പരാതി. ചന്ദ്രാപ്പിനി ഹലുവ തെരുവ് സ്വദേശി പുതിയ വീട്ടിൽ ജബ്ബാറിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി എടമുട്ടം ബിവറേജിനടുത്ത് റോഡിന് നടുവിൽ മദ്യപിച്ചു നിന്നിരുന്ന യുവാവിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ജബ്ബാർ പറഞ്ഞു. പരിക്കേറ്റ ജബ്ബാർ വലപ്പാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാക്കുകൾക്ക് മുൻപെയാണ് വരകളുടെ സ്ഥാനമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ലയൺസ് ഇന്റർനാഷണലിന്റെ പീസ് പോസ്റ്ററിന്റെ ഭാഗമായി മണ്ണുത്തി അഗ്രസിറ്റ ലയൺസ് ക്ലബ്ബ് ഡോൺ ബോസ്കോ സ്കൂളിലെ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 70-ലധികം കുട്ടികൾ ചിത്രരചനയിൽ പങ്കെടുത്തു. ഡോൺ ബോസ്കോ പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വെള്ളക്കടിയിൽ
അഗ്രസിറ്റി ലയൺസ് ക്ലബ് പ്രസിഡന്റ് എ റോയ്, സെക്രട്ടറി ജോജോ ആൻഡ്രൂസ്, സോണൽ ചെയർമാൻ ആന്റോ വി മാത്യു, ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ഓട്ടുപാറ വാഴാനി റോഡിലെ ബാറിൽ മദ്യലഹരിയിൽ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാക്കളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നമ്പറമ്പ് സ്വദേശികളായ മധുപ്പിള്ളി വീട്ടിൽ സതീഷ്, കുന്നത്ത് വീട്ടിൽ വിശാഖ്, കാഞ്ഞിരക്കോട്ടിൽ വീട്ടിൽ ദീപു, തൃശൂർ അയ്യന്തോൾ സ്വദേശി കാഞ്ഞാമറ്റത്ത് വീട്ടിൽ സാബു വിൽസൺ എന്നിവരാണ് പിടിയിലായത്. 2 ദിവസം മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ താരമായി ഇലക്ട്രിക് സൈക്കിൾ. കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ജസ്വിൻ, അഞ്ജന എന്നിവരാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 40 കിലോമീറ്റർ ദൂരം ഈ സൈക്കിൾ സഞ്ചരിക്കുമെന്ന് ഇവർ പറയുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാനും കഴിയും. പഴയ സൈക്കിളിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാണ് ഇലക്ട്രിക് സൈക്കിൾ തയ്യാറാക്കിയിട്ടുള്ളത്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് വിപുലീകരണം നടക്കുന്ന മെറ്റൽ ക്രഷർ യൂണിറ്റിന് പഞ്ചായത്ത് അനുമതി നൽകരുതെന്ന് നാട്ടുകാർ. പുതുക്കാട് പഞ്ചായത്ത് 7ാം വാർഡ് സ്പെഷ്യൽ ഗ്രാമസഭയിലാണ് നാട്ടുകാർ ആവശ്യമുന്നയിച്ചത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കില്ലെന്ന് വാർഡ് മെമ്പർ രാജു തലയപ്പറമ്പിൽ യോഗത്തിൽ ഉറപ്പു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ അധ്യക്ഷയായിരുന്നു. സിനി മേജു, JS മിഡ്സി, KS രാജി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് കേളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സ്വാലിഹ് രൂപകൽപ്പന ചെയ്ത ഫുഡ് സ്റ്റെപ്പ് പവർ ജനറേറ്റർ സംവിധാനം ശ്രദ്ധേയമാകുന്നു. ശൃംഗപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലാണ് സംവിധാനം പ്രദർശിപ്പിച്ചത്. ഇലക്ട്രോണിക് ഡിവൈസുകൾ കൊണ്ട് തയ്യാറാക്കിയ ഈ പാതയിലൂടെ നടന്നാൽ വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടും എന്നാണ് മുഹമ്മദ് സ്വാലിഹിന്റെ വാദം. വാഹനങ്ങൾ റോഡിലെ ഹമ്പ് ചാടുമ്പോൾ വൈദ്യുതി നിർമ്മിക്കുന്ന സംവിധാനത്തിന്റെ മാതൃകയും മുഹമ്മദ് സ്വാലിഹ് അവതരിപ്പിച്ചിട്ടുണ്ട്. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹിന്ദു UP സ്കൂൾ, പാടൂർ വാണിവിലാസം സ്കൂൾ എന്നിവിടങ്ങളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. 43 വിദ്യാലയങ്ങളിൽ നിന്നായി 2000 ശാസ്ത്ര പ്രതിഭകളാണ് 2 ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് OS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പുല്ലഴി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും കർഷക ദിനവും ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് D രഘുറാം അധ്യക്ഷത വഹിച്ചു. TK ശങ്കരനാരായണൻ, ഒളരിക്കര GUPS സ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്റ്റർ ഷീബ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ ഇലമണ്ണിൽ പറമ്പ് കോളനിയിൽ രമ്യ ഹരിദാസ് MP സന്ദർശനം നടത്തി. പ്രദേശത്ത് വൃക്ക രോഗം ബാധിച്ച് ഡയാലിസിസ് നടത്തുന്നവരുടെ വീടുകൾ സന്ദർശിച്ച MP ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ E വേണുഗോപാല മേനോൻ, പഴയന്നൂർ പഞ്ചായത്ത് മെമ്പർ PK മുരളീധരൻ, പോർഫ സംസ്ഥാന സെക്രട്ടറി MS ഷിബു, പോർഫ ജില്ലാ പ്രസിഡന്റ് പീതാംബരൻ തുടങ്ങിയവർ MPയോടൊപ്പം ഉണ്ടായിരുന്നു. BJP ന്യൂനപക്ഷ മോർച്ച എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പൂവത്തുപറമ്പിൽ കുഞ്ഞി മുഹമ്മദിനെ മർദ്ദിച്ചതിൽ BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജിലാൽ തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PS അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, മണ്ഡലം സെക്രട്ടറി രാജേഷ് കോവിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ നിന്ന് 2 വിദ്യാർത്ഥികളെ കാണാതായതായി പരാതി. CKM NSS സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ആദിത്യൻ, ഹരിപ്രസാദ് എന്നിവരെയാണ് ബുധനാഴ്ച മുതൽ കാണാതായത്. സ്കൂളിലേക്ക് പുറപ്പെട്ട ഇരുവരും മലക്കപ്പാറ ബസ്സിൽ കയറിപ്പോയെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ KP രമേശിൽ നിന്നും സംഘാടക സമിതി ചെയർമാൻ KS കരീം, ജനറൽ കൺവീനർ സിസ്റ്റർ റോസ് മരിയ എന്നിവർ ചേർന്ന് ലോഗോ ഏറ്റുവാങ്ങി. ചൂണ്ടൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ MK ആന്റണി അധ്യക്ഷനായി. ഈ മാസം 28, 29, 30, 31 തീയതികളിലായാണ് കലോത്സവം നടക്കുക. കേച്ചേരി പെരുമണ്ണ് സ്വദേശി പ്രദീപ് കുമാറാണ് ലോഗോ തയ്യാറാക്കിയത്. ഗുരുവായൂർ ദേവസ്വം സത്രത്തിന് മുന്നിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റാട്ടുകര കുറുമ്പൂർ വീട്ടിൽ രവിയാണ് മരിച്ചത്. വർഷങ്ങളായി ഇയാൾ ക്ഷേത്ര പരിസരത്താണ് കഴിയുന്നത്. ഗുരുവായൂർ ടെമ്പിൾ SI MP വർഗീസിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
എടത്തിരുത്തി ചൂലൂരിൽ വയോധികനെ മർദ്ദിച്ചതായി പരാതി. പൈനൂർ സ്വദേശി പൗവത്ത് പറമ്പിൽ 74 വയസ്സുള്ള കുഞ്ഞി മുഹമ്മദിനാണ് ചൂലൂർ മദ്രസയ്ക്ക് അടുത്ത് വെച്ച് മർദ്ദനമേറ്റത്. ഇയാൾ വലപ്പാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൂലൂർ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് റഷീദ് എന്നയാൾക്കെതിരെ കയ്പമംഗലം പോലീസ് കേസെടുത്തു. കണക്റ്റഡ് ലോഡ് ഉപഭോക്താക്കൾക്ക് സ്വയം വെളിപ്പെടുത്താമെന്ന സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് തൃപ്രയാറിൽ നടന്ന ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ ശില്പശാല ആവശ്യപ്പെട്ടു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MV ഷാജഹാൻ അധ്യക്ഷനായിരുന്നു. ED രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PH മുഹമ്മദ് അലി, CITU ജില്ലാ സെക്രട്ടറി IK വിഷ്ണുദാസ് എന്നിവർ സംസാരിച്ചു. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും അപ്രഖ്യാപിത സാംസ്കാരിക അടിയന്തരാവസ്ഥയ്ക്കുമെതിരെ KPCC സംസ്കാര സാഹിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ ചെയർമാൻ ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് OS സുജിത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM നാസർ, അഡ്വക്കേറ്റ് VM മൊഹയുദ്ദീൻ, ദിൽഷൻ കൊട്ടേക്കാട് എന്നിവർ സംസാരിച്ചു. മണപ്പുറം സാംസ്കാരിക സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ആർട്ടിസ്റ്റ് അപ്പു വെന്നിക്കലിനുള്ള ആദരവും ചിത്രപ്രദർശനവും തൃപ്രയാറിൽ സമാപിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. ബിനു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് ആർട്ടിസ്റ്റ് അപ്പു വെന്നിക്കലിനെ ആദരിച്ചു. വത്സൻ പൊക്കാഞ്ചേരി അധ്യക്ഷനായിരുന്നു. CA ആവാസ്, TN സുനിൽകുമാർ, RI സിക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അഡാപ്റ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി മാനസിക ശാക്തീകരണ അവബോധ ക്ലാസ് നടന്നു. ചേർപ്പിൽ നടന്ന ക്ലാസ് കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ശ്രീവിദ്യ S. മാരാത്ത്, അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, സെക്രട്ടറി പന്തളം N. സജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പാലിശ്ശേരി ശരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിൽ പോത്തോട്ട മഹോത്സവം നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നായി 10ഓളം പോത്തുകൾ പങ്കെടുത്തു. പോത്തോട്ടക്കല്ലിനെ 3 തവണ പോത്തുകൾ വലം വെച്ച് ഓടിയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ശരിശ്ശേരിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് UV വിനോജ്, സെക്രട്ടറി MS രാജേഷ്, KB മനു എന്നിവർ നേതൃത്വം നൽകി. വാദ്യകലാരംഗത്ത് വലന്തല പ്രമാണിയായിരുന്ന മാക്കോത്ത് ശങ്കുണ്ണി മാരാർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. പ്രായാധിക്യത്തിലുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തലൂർ ചക്കം കുളങ്ങരം മാരാത്ത് ശങ്കുണ്ണി മാരാരുടെയും മാക്കോത്ത് കുഞ്ചുകുട്ടി മാരസ്യാരുടെയും മകനാണ്. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ-മേളത്തിൽ 32 വർഷം പങ്കെടുത്തു. 2009 പാറമേക്കാവ് ദേവസ്വം സുവർണഹാരം അണിയിച്ച് ആദരിച്ചിരുന്നു. കൊടകര മേള കലാസംഗീത സമിതിയും സുവർണ മുദ്ര നൽകി ശങ്കുണ്ണി മാരാരെ ആദരിച്ചിരുന്നു. പഴയോട്ടുമുറി പക്കംകുളം തോട് തടയണയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി നിർവഹിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചോവനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AM മുഹമ്മദ് കുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ സുരേഷ്, കാഞ്ചന മോഹൻ, പാടശേഖര സമിതി സെക്രട്ടറി ചന്ദ്രൻ പന്തളത്ത് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഒരുമ അംഗനവാടി നവീകരിച്ച് യുവാക്കൾ മാതൃകയായി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അംഗൻവാടി നവീകരിച്ചത്. NSS യൂണിറ്റിലെ ചിത്രകാരന്മാരായ AP പ്രണവ്, MS അരുൺ കൃഷ്ണ, ഹിലാൽ, വിനീത്, മിഹ്റാസ് എന്നിവർ ചേർന്നാണ് ചിത്രരചന നടത്തിയത്. പ്രോഗ്രാം ഓഫീസർ P. മേരി നേതൃത്വം നൽകി. ശിശു സൗഹാർദ്ദ പൂന്തോട്ട നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രോഗ്രാം ഓഫീസർ അറിയിച്ചു. കടപ്പുറം അഞ്ചങ്ങാടിയിലെ ഷെൽട്ടർ ഹോം നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലർ PV ഉമ്മർ കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് അൻവർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് VM മനാഫ്, PA അഷ്കർ അലി, PH തൗഫീഖ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നു. വിദ്യാഭ്യാസ വകുപ്പ് 130 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ വിദ്യാലയത്തിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകും. BD ദേവസി MLAയുടെ ശ്രമഫലമായാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. ഫെബ്രുവരിയിൽ പുതിയ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഗുരുവായൂർ റെയിൽവേ ലൈനിൽ ഗോകുലം റെയിൽവേ ഗേറ്റിൽ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് CPM ഒപ്പുശേഖരണം നടത്തി. ചിറ്റാട്ടുകര, ബ്രഹ്മകുളം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബ്രഹ്മകുളം ലക്ഷ്മിയുടെ പരിസരത്താണ് ഒപ്പുശേഖരണം നടത്തിയത്. റെയിൽവേ അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും പരിഗണനയിലുണ്ട് എന്ന മറുപടി മാത്രമാണ് ലഭിച്ചിരുന്നത്.
CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, TS വേലായുധൻ, AM സുധീർ, PM ജോസഫ് എന്നിവർ സംസാരിച്ചു. കിലയുടെ നേതൃത്വത്തിൽ ഹരിത ദൃഷ്ടി മൊബൈൽ ആപ്പിന്റെ പരിശീലനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു. ജലസംരക്ഷണം, ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി എന്നീ മേഖലകളിലെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്താനായുള്ള ഹരിത ദൃഷ്ടി മൊബൈൽ ആപ്പിന്റെ ഉപയോഗത്തെക്കുറിച്ച് വിവിധ പഞ്ചായത്തുകളിലെ ഓഫീസർമാർക്ക് പരിശീലനം നൽകി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സത്യൻ അധ്യക്ഷത വഹിച്ചു. കില സെന്റർ കോർഡിനേറ്റർ N കുമാരൻ, VM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. കേരള ജൈവ കർഷക സമിതി ആളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊയ്ത്തുത്സവം നടത്തി. ആളൂർ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനും മുൻ അവാർഡ് ജേതാവും ജൈവ കർഷക സമിതി അംഗവുമായ മൂത്തേടത്ത് മോഹനന്റെ കൃഷിയാണ് വിളവെടുത്തത്. വാർഡ് മെമ്പർ അജിത സുബ്രഹ്മണ്യൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള ജൈവ കർഷക സമിതി ചാലക്കുടി താലൂക്ക് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുകുന്ദപുരം താലൂക്ക് സെക്രട്ടറി സുരേഷ് ചേറാട്ട്, ആളൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സദാനന്ദൻ കണ്ണൻകാട്ടിൽ, യൂണിറ്റ് സെക്രട്ടറി TK രവി, ജില്ലാ ട്രഷറർ ED അശോകൻ എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി എങ്കിക്കട LP സ്കൂളിന് മുന്നിലെ വീരാണിമംഗലം ക്ഷേത്രം റോഡ് വെള്ളത്തിൽ മുങ്ങി. പരാതി നൽകി 20 ദിവസമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. ഇതോടെ ഭാരതപ്പുഴയുടെ കൃത്രിമ കൈവഴിയായി മാറിയിരിക്കുകയാണ് എങ്കിക്കാട് വീരാണിമംഗലം ക്ഷേത്രം റോഡ്. റോഡിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരും കാൽനടക്കാരും ഒഴുകിവരുന്ന വെള്ളത്തിലൂടെ നടക്കേണ്ട ഗതികേടിലാണ്. പൈപ്പിന്റെ തകരാർ പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ലിറ്റിൽ കെയ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മമാർക്കുള്ള ഹൈടെക് പരിശീലനം നടന്നു. ലിറ്റിൽ കെയ്റ്റ് യൂണിറ്റ് അംഗങ്ങളായ ഫിദ, ആദിത്യ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോൾ പമ്പ് ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് പോലീസ്. അളഗപ്പ നഗറിൽ ഊബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ്. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നും പോലീസ്. പുതിയ വാഹനങ്ങൾ മാസങ്ങളോളം ഓടിച്ച ശേഷം കിലോമീറ്ററിൽ കൃത്രിമം നടത്തി വിൽപ്പന നടത്തുന്നത് വ്യാപകമാകുന്നു. പുതിയ വാഹനങ്ങളുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തൽ. ചേറ്റുവഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെടുന്നത് മത്സ്യബന്ധന യാനങ്ങൾക്ക് അപകടക്കണിയാകുന്നു. മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ. സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിച്ചു. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. കൊടുങ്ങല്ലൂരിൽ മരം വീണ കാറുകൾ തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.